ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ഈ നോനിപ്പഴം അഥവാ മൊറിൻഡ സിട്രിഫോളിയ എന്നതിനെ കുറിച്ചാണ്. ഇതിന്റെ ഗുണങ്ങളും ഇത് എന്തെല്ലാം ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്, ഇതിന്റെ എന്തെല്ലാം ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ്. അതായത് ഇത് നല്ലോണം പഴുത്ത് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഇതിന്റെ മഞ്ഞ കളർ പോലെ വരും. ആദ്യം ഈ പച്ച കളറാണ്. ഈ പച്ച കളർ പഴുത്ത് വരും, വെള്ള കളറാകും. ഇച്ചിരിയും കൂടെ ഇപ്പം ഫുൾ പഴുത്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങ് വരും. ഈ ഞെങ്ങ് വരുന്ന ഭാഗം മുറിച്ചിട്ട് ഇത് ജ്യൂസായിട്ട് കുടിക്കാം. ഇത് മുറിച്ചിട്ട് ഇത് അരച്ചിട്ട് നമ്മുടെ മുഖത്ത് ഇച്ചിരി തേനും ഉപയോഗിച്ച് നമ്മുടെ മുഖത്തൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകളും മെലാസ്മ അതായത് കരിമ്പകിലും ഒക്കെ പോകാനായിട്ട് നമുക്ക് സഹായിക്കും. അത് കണക്ക് തന്നെ ഇലാസ്റ്റിസിറ്റിയും ഈ സ്കിന്ന് ഇങ്ങനെ പ്രായം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ തൂങ്ങി വരുന്നതും ഒക്കെ കുറച്ചുകൊണ്ട് ഫേം ആയിട്ടിരിക്കാൻ, സ്റ്റിഫായിട്ടിരിക്കാൻ എന്ന് വെച്ചാൽ നല്ല ബലമായിട്ടിരിക്കാനായിട്ട് ചെറുപ്പക്കാരുടെ മുഖം പോലെ തന്നെ പ്രായമാകുമ്പോൾ തൂങ്ങുന്നത് ഒഴിവാക്കി നല്ല ഇതായിട്ടും സോഫ്റ്റ് ആയിട്ടും സപ്പിളായിട്ടും ഒക്കെ ഇരിക്കാനും പാടുകളെല്ലാം മാറ്റി ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച് നമ്മുടെ കുരുക്കളും ഈ പാടുകളും എല്ലാം മാറ്റി തരും. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാം. വേര്, ബാർക്ക് എല്ലാം ഉപയോഗിക്കാം. ഇതിന്റെ ഇലയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് അരച്ചിട്ട് നമ്മുടെ മുട്ടുവേദന, കൈവേദന, കാലുവേദന അങ്ങനെ ജോയിന്റ്സിന്റെ വേദനകൾ എവിടെയൊക്കെ വേദനകളുണ്ടോ, ഇൻഫ്ലമേഷൻ ഉണ്ടോ അവിടെയൊക്കെ ഇത് അരച്ചിട്ട് അത് നമ്മുടെ ആ ഭാഗങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ കുറെ ഉണങ്ങി കഴിയുമ്പോൾ അത് നമുക്ക് കളയാം. പക്ഷെ അത് അബ്സോർബ് ചെയ്ത് പോയിട്ട് നമ്മുടെ ഈ അസുഖങ്ങൾ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഇൻഫെക്ഷൻ തടയാനും ബാക്ടീരിയ കൊല്ലാനും അത് കണക്ക് ഇൻഫ്ലമേഷൻ തടയാനും എല്ലാം ഈ കഴിവ് ഈ ഇലയ്ക്കുമുണ്ട്. ഇനിയും ഇത് ജ്യൂസായിട്ടും ഇത് വൈനായിട്ടും ഒക്കെ ഉപയോഗിച്ചാൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ, അയൺ, സിങ്ക്, വൈറ്റമിൻ B3, വൈറ്റമിൻ സി, വൈറ്റമിൻ B9, അതിനോടൊപ്പം തന്നെ ബീറ്റ കരോട്ടിൻ, അർസോളിക് ആസിഡ്, സ്കോപ്പോലെറ്റിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഹൈ പൊട്ടാഷ്യം കണ്ടന്റ് ഇതിൻ്റെ അകത്തുണ്ട്. നൈട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഹൈ പൊട്ടാഷ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് സോഡിയത്തിനെ കൂടുതലായി പുറന്തള്ളാൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മളെ BP കുറയ്ക്കുന്നു. സ്കോപ്പോലെപ്റ്റിൻ ഉള്ളത് കൊണ്ടും നമ്മുടെ BP കുറയ്ക്കാൻ സഹായിക്കുന്നു. നൈട്രിക് ആസിഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ വികസിപ്പിക്കുകയും ഹാർട്ട് ഹെൽത്തിനും സഹായിക്കുന്നു. ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ പോവുകയും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ഹാർട്ടിൻ്റെയും അസുഖങ്ങളെ കുറയ്ക്കാനും സ്ട്രോക്ക് വരുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഹെവി സ്മോക്കർ നോനി ജ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 30 ദിവസത്തിന് ശേഷം അവരുടെ ബോഡിയിൽ സൂപ്പർ ഓക്സൈഡ്, ആനയോൺ റാഡിക്കൽസ്, ലിപ്പിഡ് ഹൈഡ്രോപെറോക്സൈഡ് എന്നിവ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വഴി വന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. അതായത് ഹെവി സ്മോക്കർ ഈ കെമിക്കൽസ് സിഗരറ്റ് വലിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കെമിക്കൽസ് അകത്ത് ചെല്ലുന്നു. അത് ടോക്സിൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഓക്സിഡേഷൻ കൂട്ടുന്നു. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എല്ലാം കുറയ്ക്കാനായിട്ട് നോനി ജ്യൂസ് സഹായിക്കുന്നു. അവരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഈ ആൽക്കഹോളിസവും സ്മോക്കിങ്ങും ഉള്ളതിൻ്റെ അഡിക്ഷൻ കുറയ്ക്കാനും ഈ ജ്യൂസ് സഹായിക്കുന്നു. ഈ നോനിപ്പഴത്തിന്റെ ജ്യൂസ് ഉള്ളിൽ ചെല്ലുന്നത് മുഖേന വൈറ്റമിൻസ് കൂടുതലായി ഉള്ളത് കൊണ്ട് ഇത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുവഴി നമ്മുടെ പിഗ്മെന്റേഷൻസ്, മെലാസ്മ എന്നിവ തടയുന്നു. ഫൈൻ റിങ്കിൾസ്, പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ മുഖത്തിലുള്ള റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം തടയാൻ സഹായിക്കുന്നു. ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നു, ഫേംനെസ് കൂട്ടുന്നു, ഡയബറ്റിക് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ തടയാൻ സഹായിക്കുന്നു. വെയിറ്റ് മാനേജ്മെന്റ് സഹായിക്കുന്നു. ഫാറ്റ് മെറ്റാബോളിസം കൂട്ടുന്നു. ഇൻസുലിന്റെ അളവ് കൂട്ടുന്നു. വൈറ്റമിൻ സി കൂടുതലായുള്ളത് കൊണ്ട് നമ്മുടെ റെസിസ്റ്റൻസ് പവർ കൂട്ടുന്നു. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പല അസുഖങ്ങളും വരുന്നതിന് തടയാനായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. വാക്സിന്റെ ഗുണം ലഭിക്കുന്നു നമ്മൾ ഇത് കഴിക്കുന്നത് മുഖേന. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ്, ഫാറ്റ് മെറ്റാബോളിസം കൂട്ടിയിട്ട് വെയിറ്റ് മാനേജ്മെന്റ് സഹായിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. കാൽസ്യം കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ടീത്തിന്റെയും എല്ലിന്റെയും ഒക്കെ ബോണിന്റെ ഹെൽത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ മഗ്നീഷ്യം കൂടുതലുള്ളത് കൊണ്ട് നെർവിന്റെയും ലിഗമെന്റ്സിന്റെയും മസിലിന്റെ ഒക്കെ ഹെൽത്തിന് സഹായിക്കുന്നു. ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. അതായത് നമ്മുടെ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളെ നശിപ്പിച്ചു കളഞ്ഞിട്ട് അത് പുതിയ നല്ല കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്നത് മുഖേന ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഇവർ നമുക്ക് നൽകുന്നു.
ഇത് BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നത് മുഖേന നമ്മുടെ ബോഡിയിലുള്ള സ്ട്രോക്കും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓറൽ ഹൈജീന് സഹായിക്കുന്നു. അതായത് നമ്മുടെ മൗത്ത് അൾസർ, ജിഞ്ചിവൈറ്റിസ്, അതുപോലെ ടൂത്ത് ഏക്ക്, പല്ലുവേദന വരുന്നത്, പെരിഡോണ്ടൈറ്റിസ് ഇങ്ങനെ എന്നിവ ഉള്ളതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ടിഷ്യൂസിന്റെ കൂട്ടുന്നു, അതുപോലെ ഗ്ലൂക്കോസിന്റെ റിഡക്ഷൻ സഹായിക്കുന്നു. അങ്ങനെയാണ് ഡയബറ്റീസ് കുറയ്ക്കുന്നത് സഹായിക്കുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഇൻഫെക്ഷ്യസ് പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി വൈറൽ പ്രോപ്പർട്ടി, ആന്റി ഫംഗൽ പ്രോപ്പർട്ടി, ആന്റി ഹെൽമന്തറ്റിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ വേംസിനെയൊക്കെ കൊല്ലാൻ സഹായിക്കുന്നു. ഫംഗസ്, വൈറസ്, ബാക്ടീരിയ എന്നിവയെല്ലാം കൊല്ലാൻ സഹായിക്കുന്നു. സോറിയാസിനെ തടയുന്നു, അലർജി രോഗങ്ങളെ തടയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഫക്കെട്ട്, TB വരെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ലങ്സിന്റെ ഇൻഫെക്ഷൻസ് തടയുന്നു. അങ്ങനെ സർവ്വരോഗ സംഹാരിയായിട്ട് നമുക്ക് ഈ നോനിപ്പഴം നമ്മളെ സഹായിക്കുന്നു. പക്ഷെ നമുക്ക് ഈ ഫാറ്റ് മെറ്റാബോളിസം ഒക്കെ കൂട്ടുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് വെയിറ്റ് മാനേജ്മെന്റ് നടക്കുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രഗ്നൻസിയിലും ലാക്ടേറ്റിംഗ് മദറും ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. ബേബിയുടെ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ ഗ്രോത്തിനെ കുറയ്ക്കുന്നു. ഈ ഫാറ്റ് മെറ്റാബോളിസം കൂട്ടുന്നത് മുഖേന നമുക്ക് ഈ ഫാറ്റി ലിവർ ഒക്കെ കുറയ്ക്കുന്നത്, നമ്മുടെ ബോഡിയുടെ ഫാറ്റ് കുറയ്ക്കുന്നത് സഹായിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ലാക്ടേറ്റീവ് മദറും പ്രഗ്നന്റ് വുമണും ഇത് കഴിക്കുമ്പോൾ കൊച്ചിന്റെ വളർച്ചയെ മുരടിപ്പിക്കും. അതുകൊണ്ട് അവരൊരു കാരണവശാലും കഴിക്കരുത്. അത് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കരുത്. കിഡ്നി ഡിസീസും അതുപോലെ തന്നെ ലിവർ ഡിസീസും ഒക്കെ, സിറോസിസ് ഓഫ് ലിവർ, കിഡ്നി ഡിസീസ് എന്നിവയൊക്കെ ഉള്ളവർ കഴിക്കരുത്. കാരണം അത് ഓവർലോഡ് ആവും. അതായത് പൊട്ടാഷ്യം കൂടുതലായിട്ട് ഇതിനുണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ അരിച്ചു കളയാനും അതിനെ ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവ് തരുന്ന ലിവറിന്റെ എൻസൈംസ് കൂടുതലായിട്ട് പ്രവർത്തിച്ചാലേ ഒക്കത്തുള്ളൂ. പക്ഷെ ഈ ഇതിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ലിവർ ഡിസീസ് ഉള്ളവർക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ ബൈൽ സോൾട്ടും ബൈൽ പിഗ്മെന്റും ഒന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ കിഡ്നിക്ക് അരിച്ചു കളയാനായിട്ട് സാധിക്കുന്നില്ല ഹൈ പൊട്ടാഷ്യം വരുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖക്കാരൊന്നും ഉപയോഗിക്കരുത്. BPയും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം, മറ്റ് അസുഖം ഒക്കെ ഉള്ളവര് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കുക. കാരണം ഇതെല്ലാം കുറയ്ക്കും. അപ്പൊ നമ്മൾ ഈ നോനിയുടെ ജ്യൂസ് കുടിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ മരുന്നിന്റെ അളവും കുറയ്ക്കേണ്ടി വരും. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ കുറച്ച് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. മരുന്ന് ഉപേക്ഷിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് വേണം. ഒരസുഖവും ഇല്ലാത്തവർ ഇത് പൂർണ്ണമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ബോഡിക്ക് നല്ല മുറിൻഡ സിട്രിഫോളിയ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി, നല്ലൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്. റെസിസ്റ്റൻസ് പവർ കൂട്ടി എനർജി ബൂസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അസുഖക്കാരും ഇങ്ങനെയുള്ളവരും ഡോക്ടേഴ്സിനോട് ചോദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. പലർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കാത്തവരുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുവല്ലോ. പിന്നെ ഉപയോഗിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 41 ദിവസം ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെയിലത്ത് വെക്കുക. വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയി വരുന്നതനുസരിച്ച് ഇതിന്റെ ജ്യൂസ് ആ ബോട്ടിലോട്ട് ഇറങ്ങും. അതിനുശേഷം ഈ ഉണങ്ങിയ ഫ്രൂട്ട് എടുത്ത് പുറത്ത് കളയുക. എന്നിട്ട് ഈ ജ്യൂസ് നമുക്ക് കഴിക്കുമ്പോൾ സ്പൂണിൽ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപയോഗിച്ച് ഇത് കഴിക്കാം. അതിനോടൊപ്പം ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ മധുരത്തിന്, ഇതിന് പഴുക്കുന്നതനുസരിച്ച് ഇതിന് വല്ലാത്തൊരു മണവും വല്ലാത്തൊരു ചോയയുമാണ്. പക്ഷെ ഇത് ഒത്തിരി ഗുണമുള്ളത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതെന്ന് പറഞ്ഞാല് ഇത് ഗ്ലാസ് ബോട്ടിലിൽ ഇടുക, വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ശർക്കര പാനി ഉണ്ടാക്കുക. ചെറുതായിട്ട് മതി, അധികം പാനി ഉപയോഗിക്കേണ്ട, ശർക്കര ഉപയോഗിക്കേണ്ട. അത് തിളപ്പിച്ച് അരിച്ചതിന് ശേഷം അത് ഇതിനകത്ത് ഒഴിക്കുക. അതിൻ്റെ കൂടെ കറുവായും ഗ്രാമ്പും കൂടി ഇട്ട് ഇത് വൈനായിട്ട് കുറെ ദിവസം, ഒരു 41 ദിവസം ഇതെങ്ങനെ അടച്ച് സൂക്ഷിക്കും. നോനിപ്പഴത്തിനകത്ത് കൂടുതലായിട്ട് അയൺ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹീമോഗ്ലോബിൻ കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നു, എനർജറ്റിക് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് മുഖേന നമ്മൾ പ്രായമാകുന്തോറും ഉള്ള ജോയിന്റ് പെയിൻസ്, നമ്മളുടെ ഇൻഫ്ലമേഷന്, അതുപോലെ തന്നെ അനക്കുന്നതിന്, ഇങ്ങനെ മൊബിലിറ്റി അനക്കുന്നതൊക്കെ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ ജോയിന്റ്സ് ഒക്കെ സ്റ്റിഫ് ആകും. നമ്മൾ അതിന് സ്റ്റിഫ് ആകാതിരിക്കാൻ മൊബിലിറ്റിക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗൗട്ട് എന്ന് പറയുന്ന യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉള്ള ഒരു അസുഖമാണ് ഗൗട്ട്. അതൊക്കെ തടയാനായിട്ട് ഈ യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നത് മുഖേന നമുക്ക് ഗൗട്ടൊക്കെ, ആർത്രൈറ്റിസ്, ജോയിന്റ് പെയിൻ, ഇതിനെ എല്ലാത്തിനെയും
ഉപേക്ഷിക്കാനായിട്ട് പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. അങ്ങനെ സർവ്വ രോഗസംഹാരിയായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് അരിച്ച് മിക്സിക്കകത്ത് അടിച്ചതിന് ശേഷം അരിച്ച് വൈനാക്കിയ സാധനമാണ്. അത് നമുക്ക് 1 ounce ഒക്കെ നമുക്ക് വൈനായിട്ട്, ഇത് കാരണം ഇതിനകത്ത് നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് വൈനായിട്ട് ഉപയോഗിക്കാം. ഇത് 1 ounce ഒക്കെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും 1 ounce ഇത് ഉപയോഗിക്കാം. ഇത് സർവ്വരോഗ സംഹാരിയാണ്, നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഫലപ്രദമാണിത്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.